ഗൈസ് ഡാനി ചേട്ടൻ പോകുന്നു ഗൈസ്. വീട് പാലാച്ചിന് വേണ്ടി വന്നായിരുന്നു. ഇപ്പൊ പോകുന്നു. പറയാതെ പോണം. കൈയെല്ലാം മുറിഞ്ഞിട്ടുണ്ട്. അവിടെ വന്നിട്ട് കാണാം. ഞങ്ങൾ എല്ലാവരും ട്രിപ്പ് വരാം. ഫാമിലി ട്രിപ്പ് അബുദാബിക്ക്. കൂടുതൽ ഉയരങ്ങളിലേക്ക് എത്തുന്നത്. ഡാനിച്ചാൻ എയർപോർട്ടിൽ പോകണം. അല്ല ഗൈസ്, ഡാനിച്ചാൻ കൊച്ചിയിൽ നിന്നാണ് ഫ്ലൈറ്റ്. അപ്പോൾ അവർ ഇന്ന് റെയിൽവേ സ്റ്റേഷനിൽ പോയിട്ട് 2 ദിവസം കഴിഞ്ഞിട്ടാണ് കൊച്ചിയിൽ നിന്ന് ഞങ്ങൾ റെയിൽവേ സ്റ്റേഷനിൽ കിടക്കാൻ പോകുന്നത്. അതായത് ഞങ്ങൾക്ക് 2-3 ഇൻവിറ്റേഷൻ ഉണ്ടായിരുന്നു. ന്യൂ ഇയർ ഞങ്ങൾക്ക് അടിച്ചു പൊളിക്കാൻ ഫ്രണ്ട്സിനായിട്ട് പോകാൻ പറ്റിയില്ല. എനിക്ക് പോകാൻ പറ്റുന്നില്ല. ഇവന് പ്രായം കുറവാന്ന് കൊണ്ടുപോകണ്ട. കുറേ കിടന്ന അവിടെ തന്നെ ബെനിയിട്ട് തൂയി കൊണ്ടുവന്നു. ബൈ ഗൈസ്. നന്ദിയുണ്ട് എല്ലാവരും. അടുത്ത പ്രാവശ്യം പാക്കല. ഞാൻ കുറച്ച് നാൾ കഴിഞ്ഞിട്ടേ ഞാൻ വരത്തുള്ളൂ. മാസങ്ങൾ നമുക്ക് പരിശ്രമിച്ച് നോക്കാം. ഇത് അപ്പോൾ ഡാനി ചേട്ടൻ പോയി. വീടൊക്കെ എല്ലാം വച്ചെന്ന് എല്ലാം പാലിയാച്ച് എല്ലാം ഹാപ്പി ആക്കിയിട്ട് പുതിയ വർഷം തുടക്കി തന്നിട്ട് ഡാനി ചേട്ടൻ പോയി. നമ്മൾ വീടെല്ലാം വച്ചല്ലേ? വീടെല്ലാം വച്ചിട്ട് നമുക്കൊരു പട്ടി വാങ്ങിക്കണ്ടേ? പട്ടിയാ? എനിക്ക് പട്ടീനെ പേടി. സീരിയസ് ആയിട്ട് എനിക്ക് നല്ല പേടി. എനിക്ക് പട്ടിയുടെ നല്ല പേടി. പട്ടി പൂച്ച പേടി. പിന്നെ അമ്മയൊക്കെ ഒന്നും സമ്മതിക്കത്തില്ല. അതുകൊണ്ടല്ലേ വാങ്ങിക്കാത്തത്. ഞാൻ പറഞ്ഞുതരാം. പട്ടി വാങ്ങിക്കണ്ട. ഫ്രണ്ടിന്റെ വീട്ടിൽ ഒരു പട്ടി കിടപ്പുണ്ട്. അവര് വിൽക്കാൻ വെച്ചിരിക്കുന്നത്. നമ്മളത് ചുമ്മാ കൊണ്ടുവന്നിട്ട് വീട്ടുകാരത്ത് ഒരു ടെസ്റ്റ് അടിച്ചു നോക്കാം. ടെസ്റ്റ് അടിച്ചു നോക്കാം. അതെ, ഇഷ്ടപ്പെടുമോ ഇല്ലയോ നോക്കാം. പ്രോബബ്ലി ഇഷ്ടപ്പെടൂല. ഇവർക്കില്ലേ പേടിയാണ്. ഇതിനൊരു കാരണമുണ്ട്. അച്ഛൻ ഈ വീട്ടിയുടെ അവസാനം അത് ഇടുമോ? അപ്പൊ നമുക്ക് പട്ടീനെ എടുത്തിട്ട് വരാം. അബിന്റെ അടുത്ത് പറയണേ കുറച്ച് ഒറിജിനൽ ആവാൻ വേണ്ടി എന്തെങ്കിലും സാധനമൊക്കെ വാങ്ങിച്ചോ. ഞാൻ അക്കൗണ്ടിലോട്ട് ഇടാം. ഓക്കെ ബൈ. അങ്ങനെ നമ്മള് പപ്പീനെ എടുക്കാൻ വന്നു ഗൈസ്. എനിക്ക് പേടിയാണ്ട് ഞാൻ ഫസ്റ്റ് എടുക്കുന്നു. എനിക്കും പേടി. എത്ര മാസം? 45 ദിവസം അല്ലേ? 45 ദിവസം. ഇതൊക്കെ ഉണ്ട് കേട്ടോ. അല്ലാതെ ഗൈസ് ആനി ഫസ്റ്റ് ടൈം ആണ് ഒരു പട്ടീനെ കയ്യിലെടുക്കണത്. ഈ സാധനത്തിന് എടുക്കാൻ വേണ്ടിട്ട് ഞങ്ങൾ നേരെ കോളേജിൽ നിന്ന് ഇങ്ങോട്ട് വന്നു. വീട്ടിലാരും അറിയത്തില്ല. പിന്നെ സർപ്രൈസ് കൊടുത്താലോ? സർപ്രൈസ് കൊടുത്താലോ? അതാണ്, വീട്ടിൽ ആർക്കും അറിയത്തില്ല. നമുക്ക് പോയിട്ട് അനന്തചാന് പോലും അറിയാം. സർപ്രൈസ് അല്ല, അവരുടെ റിയാക്ഷൻ. അനന്തചാന് അറിയാം, പക്ഷെ സാധനം നേരത്തെ കണ്ടിട്ടില്ല. അയ്യോ, ഞാൻ ഫസ്റ്റ് ടൈം പിടിച്ചിരിക്കണം. എനിക്ക് പേടി കണ്ടിരിക്കണം. അത് പേടിച്ചിരിക്കണം. അത് അബിന്റെ ബാഗിൽ പിടിച്ചു വെച്ചേക്കുന്നത്. എന്തിനു നിക്കണ്? അത് ആദ്യം പേടിയായിരുന്നു. ഇപ്പൊ അത് നിക്കുന്നു. ഓടല്ലേ ഓടല്ലേ. ഗൈസ് ഞങ്ങൾ കോളേജിൽ നിന്ന് വന്നപ്പം അമ്മ പുറത്തേക്ക്. നമുക്ക് അമ്മയുടെ റിയാക്ഷൻ നോക്കാം. സത്യം പറഞ്ഞാൽ അറിയത്തില്ല. അമ്മ വരട്ടും. ആനി പുറത്തിറ. വാ അമ്മ. റെഡി 1 2 3 സ്റ്റാർട്ട്. മേടിച്ച് എത്ര രൂപ അറിയാമോ? എന്തിനാണ് മേടിക്കാൻ പറഞ്ഞു? എന്തിനു വേണ്ട ആനി? സീരിയസ് ആണ്. നീ വച്ചിരിക്കണതല്ല. ഒന്നാമത് ഇവിടുത്തെ വീട്ടിലുള്ള കാര്യം നോക്കാൻ എന്നെ കൊണ്ട് പറ്റുന്നില്ല. ഇത് പറ്റൂല. കൊണ്ട് തിരിച്ചു കൊടുക്കും. പപ്പ വീട്ടിൽ കയറ്റത്തില്ല. സത്യം സീരിയസ് ആയിട്ട് പറയണം. പപ്പ കയറ്റൂല. കാരണം ഞങ്ങൾക്ക് 100 രൂപ ജോലിയുണ്ട്. ഇതിനെ കൂടെ നോക്കാനുള്ള ഇതില്ല. അങ്ങോട്ട് കൊണ്ടുപോയി എവിടെ വാങ്ങിച്ച് തിരിച്ചു കൊടുക്ക്.
സത്യം പറഞ്ഞ വീട്ടിൽ ഇരിക്കൂല ഞാൻ. നമ്മുടെ പുതിയ വീട്ടിൽ പുതിയ പട്ടി വന്നിരിക്കുന്നു. നമ്മുടെ പുതിയ പെൻ പപ്പ അവിടെ നോയിക്കൊണ്ടിരിക്കുന്നു. പപ്പയ്ക്ക് അറിഞ്ഞൂടാ. പപ്പയ്ക്ക് ആര് പോകുമ്പോ എനിക്ക് പേടിയാണ്. അമ്മ എനിക്ക് പേടി. ഒന്നും ചെയ്യത്തില്ല ആനി. എനിക്കറിയാം, പക്ഷെ എനിക്ക് എന്തോ ഒരു പേടി. എന്നെക്കാളും കട്സാ ആനി. ആനി നിനക്ക് എന്നെക്കാളും കട്സാ. പേടി, പക്ഷെ വേറെ വഴിയില്ല. പേടി എനിക്ക് സത്യം പറഞ്ഞ പേടി മാറ്റണമെന്നുണ്ട്. അതുകൊണ്ട് തന്നെ വീട്ടിലൊരു പപ്പി മേടിക്കണമെന്ന് ഒരു ആഗ്രഹം. ഏറ്റവും കൂടുതൽ ഇതാ റിയാക്ഷൻ വരാൻ പോണ ആരെന്നറിയാമോ? വാവയുടെ വാവ എത്രയോ വർഷങ്ങൾക്ക് മുന്നേ പറഞ്ഞോണ്ടിരിക്കണം ഒരു കുഞ്ഞു പപ്പി മേടിപ്പിച്ചിരുമ. അപ്പൊ വാവയ്ക്കൊണ്ട് സർപ്രൈസ് കൊടുത്താലോ നമുക്ക്? ഇങ്ങനെ പോവാം, കൈയോടെ തന്നെ പോവാം. നമുക്ക് ഡ്രസ്സ് പോലും മാറ്റില്ല, ഇങ്ങനെ പോവാം. അത് ചെറുതാണ് നക്കിയാ മതി. അമ്മക്ക് പേടിയാണ്, അമ്മ ഓടുന്നത്. ഇവിടെ ഇവിടെ വേറെ ഒരാള് ഒളിച്ചിരിക്കണ. എന്ത് പോയത് അടിച്ചാ പിന്നെ തീർന്നു മക്കളെ. നിങ്ങള് എനിക്ക് പേടി. ഞാൻ എന്ത് പറയാ, എനിക്ക് അറിഞ്ഞൂടാ. ഇങ്ങനൊക്കെ അമ്മ ഓടുന്നു. അമ്മ പേടിക്കണേ, വിണ്ടായി. എന്നാ വരട്ടെ, പിന്നെ ഞാൻ വരട്ടെ. എട് പേടിയാ, ഞാൻ വരെ എടുത്തായി. അമ്മ ഓടണച്ചാ. താല്പര്യമില്ലെന്നല്ല, ഇവരെ നോക്കാനേ പറ്റുന്നില്ല. ഇനി അതിനെയും കൊണ്ടുവന്നിരിക്കുന്നത് ഞാൻ എടുത്തു. അത് ഓടി കളിക്കണം നല്ല വിശാലമായിട്ട്. ഫുഡെല്ലാം മേടിച്ചു. ഞങ്ങൾ വരുന്ന വഴിക്ക് ഫുഡൊക്കെ മേടിച്ചു. അത് ഐശ്വര്യമായിട്ട് അത് അപ്പിട്ടിരിക്കുന്നത്. ഓടങ്ങോട്ട്, അങ്ങോട്ട്. അവിടെ തിരിക്കും, അവിടെ ഇരിക്കും. ഗൈസ്, അങ്ങനെ നമ്മള് വാവേനെ സർപ്രൈസ് ചെയ്യാൻ പോവാണ് ഗൈസ്. അത് നമ്മൾ ചെറിയൊരു കൂടിലാക്കി ഗൈസ്, അല്ലെങ്കിൽ ആ മേടിച്ച് പാടിയാലോ. നമുക്ക് നോക്കാം ഗൈസ്. നമ്മള് വാവേനെയൊക്കെ റൂമിന്റെ അകത്ത് പൂട്ടി. അവനെ പൂട്ടി നമുക്കിത് കൊണ്ടുകൊടുക്കാം. അവര് റൂമിന്റെ അകത്തിരിക്കണം. കണ്ണടച്ച കണ്ട് കടിക്കാത്ത പട്ടി. ആനേച്ചി വരെ എടുത്തു. കടിക്കൂല. ആനേച്ചി എടുത്തു. ആവേ കടിക്കത്തില്ല. എന്താ ഇഷ്ടപ്പെട്ടാ? ഒന്നുമില്ല അമ്മ, കടിക്കത്തില്ല. അമ്മ ഓടിയെന്നേ. പട്ടി പിറകെ വന്നപ്പോ അമ്മ ഓടി. ജനിച്ചിട്ട് 45 ദിവസം. വാ ഇതുപോലെ പിടി. അമ്മയ്ക്ക് ഇഷ്ടപ്പെട്ടു. അവരുടെ ഫ്രണ്ട്സിനൊക്കെ വാ കൊടുക്കും. ഫുള്ള് എല്ലാവർക്കും തൊട്ടോട്ട് കൊടുക്കണം. എനിക്ക് ഇഷ്ടപ്പെട്ടു. അത് കുളിപ്പിക്കണം അംലാസ്യമ്മ. അമ്മയ്ക്കോട് അമ്മയ്ക്ക് മേടിപ്പിച്ചോട്. വാവ ഇതിനൊരു പേരുണ്ടേ. മാക്സാ? അതെങ്ങനെ നിനക്ക് മാക്സ് എന്ന് പേര് വന്ന് അറിയാമോ? ഞാൻ ഇന്ന് രാത്രി വാവ ഒരു ദിവസം ഉറങ്ങിയില്ല. അപ്പൊ ഞാൻ വാവ എടുത്ത് പറഞ്ഞു നമുക്കൊരു പട്ടി വാങ്ങിച്ചാലും. അപ്പൊ ഏത് പേരിടും? അപ്പൊ ഞാൻ 2 പേര് പറഞ്ഞു, ലിയോ
മാത്സ് അങ്ങനെ വാവയ്ക്ക് ലിയോ ഇഷ്ടപ്പെട്ടില്ലേ? മാത്സ് ഇഷ്ടപ്പെട്ട്. ലിയോ വേണ്ട, മാത്സ് മതി. മാത്സ് മതിയേ. വാവ വിളിക്ക. താഴെ നിർത്ത്. ആ നിർത്ത്. അമ്മ എടുക്ക്. അമ്മ മാത്രം എടുത്തില്ല. ആ നോക്ക്. വാവ വിളിക്ക്. മാത്സ് ഒന്ന് വിളിക്ക്. ഹായ് മാത്സ്. നമുക്ക് നോക്കാം. മാത്സ് എന്ന് വിളിക്കുമ്പോ തിരിഞ്ഞു നോക്കുമ്പോ ലിയോ എന്ന് വിളിക്കുമ്പോ തിരിഞ്ഞു നോക്കുമ്പോ നോക്കാം. മാത്സ്. ആ നോക്കി. അവക്ക് എന്ത് പേര് ഇഷ്ടപ്പെട്ട്? മാത്സ്. മാവയ്ക്ക് മാത്സ് ഇഷ്ടപ്പെട്ട്. എനിക്ക് മാത്സ് ഇഷ്ടപ്പെട്ടു. ഡാൻസ് ഏത് പേര് ഇഷ്ടപ്പെട്ട്? എന്തിടാൻ? വാവയിട്ട പേര് എന്ത് വിളിക്കുന്നതിന്? ഓ ഇല്ല, നീ വിളിക്ക് പപ്പീനെ. മാത്സ്. ഹായ് മാത്സ്. ഹായ് പറ. ഗൈസ് വാവയ്ക്ക് ഇഷ്ടപ്പെട്ട്. ഗൈസ് വാവ ചുമ്മാ കളിക്കണം. വീട്ടിലെ ഏറ്റവും കൂടുതൽ കമ്പനി ഇപ്പൊ നീ ആയിട്ടാണ്. ഓ അത് എന്റെ അടുത്ത് വാടി പറഞ്ഞു. എന്റെ അടുത്ത് ഒളിച്ചൊക്കെ ഇരിക്കുന്നു. പട്ടി ആനയും കൂടെ ഒളിച്ചൊളിച്ച് കളിക്കുന്നു. ആനയുടെ ബാക്കിൽ എന്നെ പട്ടി പോയി ഇരിക്കുന്നു. അവിടെ ഇരിക്കും ഇളക്കിളക്കി. എന്റെ വീട്ടിലുള്ള എല്ലാരും പട്ടിയായിട്ട് സെറ്റ് ആയി. ഇപ്പൊ പട്ടി ഇല്ലാതെ പറ്റുന്നില്ല. നമുക്ക് കുളിപ്പിക്കാം ഗൈസ്. സംഭവം നമ്മള് വാങ്ങിച്ചിട്ട് വന്നിട്ട് നമുക്ക് അറിയത്തില്ല. നമ്മളൊരു പട്ടീനെ വാങ്ങിച്ചിട്ട് വന്നതേ ഉള്ളൂ. അല്ലാണ്ട് ഇത് അടുക്കളയിൽ വരെ ഓടണം. എവിടെ പോണ്? സ്മിത്തിന് പേടിയെല്ലാം തീർന്നു. അംലാസിയമ്മയ്ക്കും പേടിയെല്ലാം തീർന്നു. ഇല്ലേ അംലാസിയമ്മ? സ്മിത്തിന് പേടിയുണ്ട്. എന്നെ നക്കരുത്, എനിക്ക് ഇക്ലിയാവും. ലൈഫിൽ ഫസ്റ്റ് ടൈമാണ് ഞങ്ങളുടെ വീട്ടിൽ ഒരു പട്ടി വരുന്നത്. വന്ന നേരത്തെ ചെലവില്ലേ? ഇത് അത് വന്ന അത് തന്നെ ചെലവ്. അതിന് മനസ്സിലാവണ പോലെ അറിഞ്ഞൂടാ. ചുമ്മാ വിളിക്കണം മാക്സ്. അപ്പൊ വൈസ് ഇന്നലെയാണ് നമ്മൾ പപ്പീനെ മേടിച്ചിട്ട് വന്നത്. ജോഷി ചേട്ടന് വീട്ടിലില്ലായിരുന്നു. ജോഷി ചേട്ടൻ ഇന്ന് രാവിലെയാണ് എറണാകുളത്തിൽ നിന്ന് വന്നത്. അച്ഛൻ ഇതുവരെയ്ക്ക് പപ്പീനെ കണ്ടില്ല. സ്മിത്ത് വാവ വീട്ടിൽ നിന്ന് വന്നപ്പോ പപ്പീനെ കൊണ്ടുവന്നു. അപ്പൊ നമുക്ക് പപ്പീനെ കയ്യിലെടുത്ത് കാണിച്ചു കൊടുക്കാം അച്ചാച്ചന്. വാവ എടുക്കുമാ? എടുത്തുറക്ക്. ആ കയ്യിലെടുക്ക്. അച്ചാച്ച അകത്തിരിക്കുന്നു. നിക്ക് പയ്യെ. എവിടെ അച്ചാച്ച? എവിടെ? വിളിക്ക്. കൊണ്ടെടുക്ക്. കുളിപ്പിച്ചു. പൊടി സാധനം. എന്തോന്ന് എല്ലാ സ്ഥലത്തും നക്കണ്. അമ്മക്ക് പേടി വെച്ച അമ്മക്കോട്. അമ്മ ഓടുന്നു. നിന്നെ കണ്ട് പേടിക്കണം. മുടി വെട്ടണം തോന്നേട്ടാ അതിന്റെ. ഓ മുടി വെട്ടണം നല്ലോണം. ഞാൻ വീഡിയോ കണ്ടേ. കൊമ്പൊക്കെ കെട്ടി ഞാൻ ഇത് മേടിച്ചിട്ട് വന്നപ്പോ അശ്വതി കാണിച്ചു വെച്ചേ. അപ്പൊ അശ്വതി ഫസ്റ്റ് വന്നോണ്ട് അതിന് എത്ര ദിവസമായി ഇത് ജനിച്ചിട്ട്? ഞാൻ പറഞ്ഞു 48 ദിവസം. അതിന് തലയിൽ കൊമ്പ് കെട്ടി കൊടുക്കുമാ. ഞാൻ പറഞ്ഞു വേദനിച്ചാലോ, കെട്ടി കൊടുക്കാമാ. ഇന്നലെ കൊണ്ടുവന്ന് അവിടെ നിന്നോണ്ട് പുല്ല് തിന്നത്. കുളിപ്പിക്കാൻ വയ്യ. വെള്ളമാണ്. വിളിച്ചാ വരണം. അനുസരണയില്ലെങ്കിൽ വീട്ടിൽ നിന്ന് പറഞ്ഞേക്കും. ഇന്നലെ കോളേജ് വന്നപ്പോ ഈ ഡ്രസ്സല്ലേ ഇട്ടിരുന്നത്. ഞാൻ ഇന്നലെ ഫുൾ ടൈം ഇതിനെ വാങ്ങിച്ച സമയത്ത് ഇതാണ് ഇട്ടുന്നത്. എന്നിട്ട് ഞാൻ ഇത് വീണ്ടും ഇന്ന് വന്നപ്പോ ഞാൻ വിചാരിച്ചു ഇതെന്നെ ഈ ഡ്രസ്സ് കാണുമ്പോ എന്നെ മനസ്സിലാവായിരിക്കും. മനസ്സിലാവണില്ല. കളിക്കണേ. ഡീലാക്ക്.
നമുക്കത് പറയാം. ഇവിടെ സംഭവം കറണ്ട് ഇല്ല. ഓക്കെ, പാരന്റ്സ് എല്ലാരും ചിലവര് ഒളിച്ചൊക്കെ നിൽക്കുന്നു. എന്തിന്? നമ്മൾ ശരിക്കും പറഞ്ഞ ഇത് സ്വന്തമായിട്ട് വാങ്ങിച്ച പട്ടിയല്ല. നമ്മള് സ്വന്തമായിട്ട് വാങ്ങിച്ച പട്ടിയല്ല. നമ്മള് സംഭവം ഇവർക്ക് ഇഷ്ടമല്ലെന്ന് നമുക്കറിയാലോ. അപ്പൊ നമ്മൾ ജസ്റ്റ് ഒന്ന് നോക്കാൻ വേണ്ടിട്ട് എടുത്തോണ്ട് വന്നതായിരുന്നു. നോക്കിയപ്പോ ഇവർക്ക് ഇഷ്ടമില്ലേ. ഡയലോഗ് ഫിറ്റ് ചെയ്ത് പറയുന്നതിന് മുമ്പ് എടുത്തോണ്ടെന്നു പറഞ്ഞു. പക്ഷെ വാങ്ങാത്തത് കൊണ്ട് എന്തായാലും എനിക്ക് ഇഷ്ടപ്പെട്ടു. വാങ്ങാത്തത് കൊണ്ട് അതുകൊണ്ടല്ലടാ, ഇത് മെയിൻറ്റെയിൻ ചെയ്യാൻ പാടാണ്. ആള് വേണം. നിങ്ങള് നോക്കുകയാണെങ്കിൽ വെച്ചോ, കുഴപ്പമില്ല. മെയിൻറ്റെയിൻ ചെയ്യാനല്ല, നമ്മൾ എവിടെയെങ്കിലും പോകുമ്പോ തന്നെ പാട്. പോകുമ്പോഴും നിങ്ങളല്ലേ ഇപ്പൊ മൊത്തം ട്രാവലിങ്ങിന്റെ ആൾക്കാരല്ലേ. ഗൈസ്, ഞങ്ങൾ എപ്പോഴും വീട്ടിൽ ഇരിക്കത്തില്ല. ഞങ്ങൾ എവിടെയെങ്കിലൊക്കെ പോവും. അപ്പോഴത്തേക്ക് നീ ഇപ്പൊ നിനക്ക് ലീവ് കിട്ടുമ്പോ അല്ലേ നീ എണീക്കുന്നത് ഒരു എത്ര മണിയായിരിക്കും? ആന്റിക്ക് അറിയാം, പക്ഷെ ആന്റി പട്ടിയില്ലെന്നേ ഉള്ളൂ. ഇത് നമുക്ക് ആന്റി ഷിഫ്റ്റ് ചെയ്ത് പണ്ടേ പറഞ്ഞിട്ടുള്ളതാണ് നമ്മുടെ വീട്ടിൽ ഒരു പട്ടി വാങ്ങിക്കണം. എറണാകുളത്ത് ഞങ്ങൾ താമസം എടുത്തിട്ട് പോകുന്നു. ഞാൻ പറഞ്ഞു അത് പറ്റൂല, ആദ്യം നിങ്ങൾ നിങ്ങളുടെ കാലിൽ നിൽക്കും. ആന്റി ചെറിയ പട്ടി എടുത്തിട്ട് പോകാൻ. എന്റെ പപ്പയ്ക്ക് ഭയങ്കര ഇഷ്ടമാണ് പട്ടീനെ, പക്ഷെ എനിക്ക് ഇഷ്ടമല്ലാത്ത വാങ്ങിച്ചല്ല എന്ന് പറഞ്ഞപ്പോ ഇത്രയും സമയം ഒളിച്ചിരുന്ന ആള് താണ്ട് വെളിയിൽ വന്നിരിക്കുന്നത്. കൊച്ചുപ്പ ഇഷ്ടമല്ല. കൊച്ചുപ്പ പറഞ്ഞായി ആ പട്ടി ഇവിടെ ഉണ്ടെങ്കിൽ ഞാൻ വരൂല. എല്ലാവർക്കും പേടി, അതുകൊണ്ടാണ് എല്ലാവർക്കും പേടി ആയതുകൊണ്ട് ആ പേടി മാറ്റണമെന്നുണ്ട്. എന്നാലും അവർക്ക് പേടി ഉള്ളതുകൊണ്ട് പട്ടി എടുത്തില്ല, വന്നിരുന്ന് പട്ടി അടുത്ത് വന്നിരുന്നു. വെള്ളം അടിച്ചോണ്ടിരുന്ന ആന്റി വെള്ളം അടിച്ചോണ്ടിരുന്ന പൈപ്പിൽ പട്ടി അടുത്തത് ഇരിക്കത്തൊന്നുമില്ല. അതിനെന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. പല്ലില്ല. ചെയ്യേണ്ടത് ഇതിനെ ട്രെയിൻ ചെയ്യാനായിട്ട് ഒരാൾ വേണം, ഇതിന്റെ കാര്യങ്ങൾ നോക്കാനായിട്ട് ഒരാൾ വേണം. പക്ഷേ അത് 2 ദിവസത്തേക്ക് നമ്മൾ ഇവിടെ കൊണ്ടുവന്നതാണ്. പക്ഷെ അതിലൊരു ഉപകാരം ഉണ്ടായി. പട്ടീനെ പേടിയുള്ള ഞാൻ പട്ടീനെ തൂക്കി പിടിച്ചോണ്ടിരുന്നു ഗൈസ്. അതൊരു മാറ്റം തന്നെ നമ്മൾ അതിൽ കണ്ടു. എനിക്ക് അശ്നേഷിക്കും ഉണ്ടല്ലോ, പട്ടി എന്ന് പറഞ്ഞാലേ പേടി. ഞങ്ങൾ രണ്ടുപേരും എപ്പോഴും പറയും പട്ടീനെ ഒന്ന് വാങ്ങിച്ച ആ പട്ടീന്റെ ആ ഒരു എടുക്കാനുള്ള ഒരു പേടി മാറ്റണമെന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ അതെനിക്ക് മാറി. അശ്നേഷ് ഇന്നലെ വിളിച്ചിട്ട് പറഞ്ഞു, അനി ഞാൻ ഇനി വന്നിട്ടൊരു പട്ടീനെ വാങ്ങിച്ച് പേടി മാറ്റാമെന്ന്. രാത്രി ഞങ്ങൾ പോയപ്പോഴത്തേ ഞാനും ജിത്തു അശ്നയും കൂടെ 2 വീലറിൽ പോയപ്പോൾ കുറേ പട്ടി ഞങ്ങളുടെ പുറകെ വന്നു. ജിത്തു വണ്ടി എവിടെയെന്നില്ലാതെ ഓട്ടിച്ച് നേരെ നിർത്തിയത് പോലീസ് സ്റ്റേഷന്റെ അടുത്താണ്. പട്ടികള് ഇത് അങ്ങനത്തെ അല്ലല്ലേ. ധൈര്യം ഉണ്ടെങ്കിൽ പട്ടിയെ തൂക്കിയിട്ടില്ല. ഞാൻ വന്നപ്പോഴേ പറഞ്ഞു ഞാൻ അത് നോക്കത് തുടത്തൂടെ ഇല്ലെന്ന് പറഞ്ഞു. ഇല്ലെന്നല്ല, പേടി അത്ര തന്നെ. പട്ടീനെ പണ്ട് വളർത്തിട്ടുണ്ടോ? ജിമ്മി എന്നാണ് പേര്. ഞങ്ങളുടെ വീടിന്റെ അടുത്തൊരു പട്ടി ഉണ്ടായിരുന്നേ, അതിന്റെ പേര് ജിമ്മി എന്നാണ്. ഞാൻ ജനിച്ചപ്പോ തൊട്ടേ അതുണ്ടായിരുന്നു. പക്ഷെ അത് കുറെ വർഷങ്ങൾക്ക് മുന്നേ മരിച്ചുപോയേ. ഈ പട്ടി വന്നപ്പോ ഇതിനെ ജിമ്മി എന്ന് വിളിക്കണം. ആന്റിക്ക് വേണോ പട്ടി? ഈ പട്ടി പാർക്കിന് വേണമെങ്കിൽ ഇപ്പൊ ലേലം വിളിച്ച് വാങ്ങിക്കാം. അല്ല, നമ്മുടെ കുടുംബത്തില് പട്ടി ശരിയാകത്തില്ല. വേറൊന്നും കൊണ്ടല്ല, ഒരു അത്യാഹിതം സംഭവിച്ചത് ഈ കുടുംബത്തിൽ സംഭവിച്ചത് ഒരു പട്ടി കാരണമാണ്. അതുകൊണ്ട് സങ്കടത്തിൽ കിടക്കണ്ട, അതിന്റെ അമ്മയും അച്ഛനെയും കാണാത്തതുകൊണ്ട്. അപ്പൊ നീ വെച്ച അമ്മയായിട്ട് അതുകൊണ്ട് അതിനെ പട്ടി ഉറങ്ങണ് വന്ന നേരത്തെ ഉറക്കുന്ന പട്ടി അതിന്റെ ഉടമസ്ഥരുടെ കൊണ്ട് കൊടുക്കണം. എന്റെ അമ്മയും അച്ഛനെയും കാണാത്തോണ്ട് സങ്കടത്തിൽ കിടക്കണം. നമ്മൾ ഇന്നലെ എടുത്തോണ്ട് വന്ന് ഇന്ന് തിരിച്ചു കൊടുക്കുമെന്ന് പറഞ്ഞ് നമുക്കിപ്പൊ കൊണ്ട് കൊടുക്കാം. കൂടുതൽ സമയം വാവയാണ് കൂടെ ഇരുന്നത്. പറ നീ പറ, നിനക്ക് വേണോ? വേണമാ പട്ടി വാങ്ങിച്ചെന്ന് വാ നോക്കുമാ. അപ്പൊ കുറച്ചുകൂടെ വളർന്നിട്ട് ഇതേപോലെ ഒരെണ്ണം വാങ്ങിക്കാം. അവര് 10ാം ക്ലാസ് ആകുമ്പോ ഇത് വാങ്ങിക്കാം. ഇങ്ങനെ തന്നെ എടുക്കണം അല്ലേ? പണ്ട് ഇത് പട്ടീനെ വളർത്താനേ പേടിയായിരുന്നു. അബിന് പണ്ട് മീനിനെ വളർത്തുമായിരുന്നു. അപ്പൊ അതിന് ഞങ്ങളുടെ അമ്മ 3 മീൻ കഴുകിടുമ്പോ വേസ്റ്റ് ബാസിനകത്ത് പോകും. പേടിയില്ല ആന്റി, അത് പേടി മാറുന്നത് നല്ലതാണ്. അപ്പോൾ ഐസ് നമ്മൾ കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ സ്മിത്ത് വാവയുടെ പപ്പ മരിച്ചത് പട്ടി കടിച്ചിട്ടാണ്.
അപ്പൊ അവർക്ക് അതിൻ്റെ ഒരു ഇതുണ്ട് എന്ന് വെച്ചാൽ അവർക്ക് പട്ടിനെ കാണുമ്പോഴേ ആ ഒരു സാധനം ഓർമ്മ വരും. വീട്ടിലെല്ലാവരും ആ ഒരു സാധനത്തിൽ പേടിച്ചിരിക്കാറുണ്ട്. ഒരു കാരണം, ഒരു പട്ടി കാരണം ഒരാളുടെ ജീവൻ നഷ്ടപ്പെട്ടെന്നൊക്കെ പറഞ്ഞാൽ അത് ഭയങ്കര ഫീലാവുന്ന സാധനമല്ലേ. അപ്പൊ ഇവരെന്തായാലും സമ്മതിക്കില്ല. ഒരു ഹോപ്പുണ്ട്, നോക്കാം. നോക്കാം, നമുക്ക് മാറ്റിയെടുക്കണ്ടേ.